വാർത്തകൾ അറിയാം. കാലിക്കറ്റ് സർവകലാശാലയിലെ തനിക്കെതിരായ SFI ബാനറുകൾ നീക്കം ചെയ്യാൻ ഗവർണറുടെ നിർദ്ദേശം. ബാനർ സ്ഥാപിച്ചതിൽ വൈസ് ചാൻസലറോട് വിശദീകരണം തരാൻ രാജ്ഭവൻ സെക്രട്ടറിക്കും നിർദ്ദേശം നൽകി. പ്രതിഷേധം ഗവർണർ ക്ഷണിച്ചു വരുത്തുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പൊതുപരിപാടികൾ ഇല്ലാത്തതിനാൽ ഗവർണർക്കെതിരായ ഇന്നത്തെ പ്രതിഷേധം SFI ഒഴിവാക്കി. SFIക്കെതിരായ നിലപാട് കൂടുതൽ കടുപ്പിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ SFI സ്ഥാപിച്ച ബാനറുകളാണ് ഗവർണറെ ഒടുവിൽ ചൊടിപ്പിച്ചത്. ഗസ്റ്റ് ഹൌസിൽ നിന്ന് ഇറങ്ങി വന്ന ഗവർണർ എല്ലാ ബാനറുകളും ഉടൻ നീക്കം ചെയ്യാൻ പോലീസിന് നിർദ്ദേശം നൽകി. പിന്നാലെ രാജ്ഭവൻ സെക്രട്ടറിയെ വിളിച്ച് കാലിക്കറ്റ് സർവകലാശാല VCയോട് വിശദീകരണം തേടാനും നിർദ്ദേശം നൽകി. ബാനറുകൾ കെട്ടാൻ അനുവദിച്ചത് എന്തിനെന്നും എന്തുകൊണ്ട് നീക്കം ചെയ്തില്ലെന്നും അറിയിക്കാനാണ് നിർദ്ദേശം. അതിനിടെ ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി ഇന്നും രംഗത്തെത്തി. കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ഗവർണർ ശ്രമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. ഗവർണർ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന അവസ്ഥയിലെത്തുകയാണ്. അദ്ദേഹം കേരളത്തിലെ ഗവർണറാണ് എന്ന കാര്യം തന്നെ മറന്നുപോവുക. RSSൽ നിന്ന് കിട്ടിയ നിർദ്ദേശത്തിന്റെ ഭാഗമായാണ് ഈ നടപടിയെടുക്കുന്നത്. ഈ പ്രതിഷേധിക്കുന്നതിന് നേരെ എങ്ങനെയാണ് ഇത്ര പരുഷമായ വാക്കുകൾ ഒരു ഗവർണർ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് പറയാൻ കഴിയുന്നത്? കരിങ്കൊടി കാണിക്കുന്നവരെ ശാരീരികമായി നേരിടാൻ പോകലാണോ ആരെങ്കിലും? ഞാൻ ചെല്ലുമ്പോൾ അവർ ഓടിപ്പോയി എന്ന് വലിയ വീമ്പ് പറയുകയാണ്. എത്രമാത്രം പ്രകോപനപരമായിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത്. അപ്പം നമുക്ക് ആ സമാധാനപരമായ അന്തരീക്ഷത്തെ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ഇടപെടലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധത്തിന്റെ അവകാശം ഉണ്ടെന്നല്ലേ അതേതല്ലേ ഞങ്ങൾ പറഞ്ഞത്. അത് അക്രമ രൂപത്തിലേക്ക് മാറരുതെന്ന് മാത്രമല്ലേ പറഞ്ഞത്. രണ്ടാം ദിവസവും കാലിക്കറ്റ് സർവകലാശാലയിൽ തുടർന്ന ഗവർണർക്ക് ഇന്ന് പൊതുപരിപാടികൾ ഉണ്ടായിരുന്നില്ല. കോഴിക്കോട് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മകന്റെ വിവാഹ ചടങ്ങിൽ മാത്രമാണ് ഗവർണർ പങ്കെടുത്തത്. ഈ സാഹചര്യത്തിൽ ഗവർണർക്കെതിരായ ഇന്നത്തെ പ്രതിഷേധം SFI ഒഴിവാക്കി. നാളെ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്നും SFI വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.